ട്വിങ്കിൾ പ്രഭാകർ വൈക്കം താലൂക്ക് ആശുപത്രി സൂപ്രണ്ടന്റാണ്. അദ്ദേഹം നമുക്കിപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ട്വിങ്കിൾ പ്രഭാകർ, ഇവിടെ നോക്കൂ, നമ്മൾ പറയാം നമുക്കൊരു ഖ്യാതിയുണ്ട് അല്ലേ, നമ്മൾ ആരോഗ്യരംഗത്ത് ഒന്നാമതാണെന്നുള്ള ഖ്യാതിയുണ്ട്. അത് വെറുതെ ഒന്നും ഉണ്ടായതൊന്നുമല്ല, അത് പല തലത്തിലും അങ്ങനെ തന്നെയാണ്, അതിലൊന്നും തർക്കവും ഇല്ല. പക്ഷെ ഇന്നലെ വൈക്കം താലൂക്ക് ആശുപത്രിയിൽ കണ്ട കാഴ്ച അതിനി ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതുമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ ജനറേറ്ററിനെയൊക്കെ ചൊല്ലി ഉണ്ടാകുന്ന വിവാദങ്ങൾ എന്താണ്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിനെക്കുറിച്ച് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഒന്ന്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഈ കുട്ടിയെ ആ മുറിയിൽ വെച്ച് ടോർച്ചർ അല്ലെങ്കിൽ തുന്നുക അല്ലായിരുന്നു. ആ കുട്ടിയുടെ വൂണ്ടിന്റെ ചുറ്റുമുള്ള മുടി ഹെയർ നമ്മൾ റിമൂവ് ചെയ്ത് ഓൺ സൈറ്റ് എക്സ്പോസ്ഡ് ആക്കി അതിനുശേഷം കാഷ്വാലിറ്റി വെച്ചാണ് മുറിവ് ചെയ്യപ്പെട്ടത്. അത് ഏകദേശം 4 മുതൽ 5 മണി വരെയുള്ള സമയത്താണ് നടന്നത്. അപ്പം പെട്ടെന്ന് ഉള്ള ഒരു സമയമാണ്. രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, ഇന്നലെ രാവിലെ 9:30 മുതൽ വൈദ്യുതി ലൈനിലെ അറ്റകുറ്റപ്പണിയായിരുന്നുകൊണ്ട് ജനറേറ്ററിലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചപ്പോൾ ജനറേറ്ററിന്റെ ഒരു ചേഞ്ചിങ് പാനൽ കേടായി. അപ്പോൾ ഈ 2:30ക്കാണ് ഇത് ചേഞ്ചിങ് പാനൽ കേടായി എന്ന് മനസ്സിലായി നമ്മുടെ ടെക്നീഷ്യന്മാര് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി 2:30 മുതൽ ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഫുൾ സപ്ലൈ ഓഫ് ആക്കി. പിന്നെ 6:00ക്ക് ശേഷം ഇതിന്റെ എക്സ്പെർട്ട് ടെക്നീഷ്യൻ വന്ന് ഈ പാനൽ മാറുന്ന സമയത്തുമാണ് ഈ ഫുൾ സപ്ലൈ ഓഫ് ചെയ്തത്. കാരണം ഈ ഫുൾ സപ്ലൈ ഓഫ് ചെയ്യാണ്ട് ഇത് റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെയാണ് സപ്ലൈ ഓഫ് ആയത്. ഇങ്ങനെ ഒരു സംഭവം ഈ മുമ്പ് വൈകിട്ട് ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ മുറിവ് പിന്നി മൊബൈൽ വെട്ടത്ത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അതിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ശരിക്കും അങ്ങനെയല്ല നടന്നത്. മൊബൈൽ വെട്ടത്ത് ആ മുടി കട്ട് ചെയ്തു, പക്ഷെ തുന്നിയത് കാഷ്വാലിറ്റി വെച്ചു. ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ ട്വിങ്കിൾ, അതായത് അവിടെ അറ്റൻഡർ ഇവർക്ക് നൽകിയിട്ടുള്ള മറുപടി, കുട്ടിയുടെ അമ്മ തന്നെ നമ്മളോട് പറഞ്ഞത് ജനറേറ്റർ ഡീസലിന് പൈസ കൂടുതലാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ, അതുകൊണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനാകില്ല, അതുകൊണ്ടെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങളുടെ വിശദീകരണം എന്നും പറയുകയും ചെയ്തു. പക്ഷെ ഇത്തരത്തിലൊരു കാര്യം എങ്ങനെയാണ് അറ്റൻഡർ പറയുക? പെട്ടെന്നൊരു നിമിഷത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ പറയുമോ? ഏതെങ്കിലും തരത്തിൽ മുൻപ് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറഞ്ഞതെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇല്ല, ഈ ജനറേറ്റർ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട അറ്റൻഡർക്ക് പ്രത്യേകിച്ച് അറിവുകളൊന്നും ഉള്ള ഒരു കാര്യമല്ല. കാരണം ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇലക്ട്രീഷ്യന്മാരാണ്. അതായത് എത്ര ഡീസലുണ്ട്, എത്രമാത്രം ബാലൻസ് ഉണ്ട്, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതാരാണ് പറഞ്ഞത്? ഒരു സർക്കാർ ആശുപത്രിക്കെതിരെ കൂടിയാണല്ലോ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ ജനറേറ്ററുമായി സംബന്ധമായ ജോലികൾ നോക്കുന്ന ഒരു വിഭാഗം അല്ല നഴ്സിംഗ് കാറ്റഗറി. ഇദ്ദേഹത്തിന് അറിവില്ലാത്തതുകൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. അല്ല, അങ്ങനെ അല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞതാണല്ലോ കൂടുതൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നത്. എന്താണ് സംഭവിച്ചത് നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അതിന്റെ സത്യാവസ്ഥയല്ല. ജനറേറ്റർ ഫുൾ ടൈം റൺ ചെയ്തുകൊണ്ടിരുന്നത്, ജനറേറ്ററിൽ ഡീസലും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. സർ, അതല്ല ചോദിച്ചത്. അദ്ദേഹം അങ്ങനൊരു കാര്യം പറഞ്ഞതാണല്ലോ വിവാദങ്ങൾക്കൊക്കെ ഇടയാക്കിയത്. അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചോ എന്തുകൊണ്ട് അത്തരത്തിലൊരു പ്രസ്താവന നടത്തിയെന്നുള്ളത്? ഈ വരുന്ന രോഗികൾ അവരെ ആശങ്കയോടെയാണല്ലോ കുട്ടികളുമായിട്ട് അവരെ കുഞ്ഞിന്റെ നിങ്ങൾ അവിടെ നിന്ന് ചികിത്സിക്കുന്ന കാര്യങ്ങളൊക്കെ അത്രയും ആശങ്കയോടെ അവർ നോക്കിക്കാണുന്നു. പിന്നീട് വിശദമായ സ്റ്റേറ്റ്മെന്റ് നമ്മൾ നാളെ എടുക്കുന്നതായിരിക്കും. ഇന്ന് എടുത്തിട്ടില്ല. ഇന്ന് മറ്റു പല തിരക്കുകളുള്ളതുകൊണ്ട് എടുക്കാൻ സാധിച്ചിട്ടില്ല. നാളെ എടുക്കുന്നതായിരിക്കും. ആരോഗ്യമന്ത്രിയോ ആരോഗ്യവകുപ്പോ ഇതിൽ വിശദീകരണം തേടിയിട്ടുണ്ടോ? ആരോഗ്യ ഡയറക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും വിശദീകരണം തേടി. അതിന് മറുപടി നൽകി കഴിഞ്ഞോ? എങ്ങനെയാണ്? ഇല്ല, മറുപടി ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. നാളത്തോടുകൂടി ഫൈനലൈസ് ചെയ്യും.